അധ്യാത്മരാമായണം ആരണ്യകാന്ഡം ആരംഭം. മഹാ ആരണ്യപ്രവേശം. എത്ര കേട്ടാലും മതിവരാത്ത ദിവ്യ ഔഷധതുല്യമായ രാമകഥ വീണ്ടും കേൾക്കാൻ സരസ്വതീ കടാക്ഷമുള്ള പൈങ്കിളിയോട് രചയിതാവ് അഭ്യർത്ഥിക്കുന്നു. അതിൻ്റെ കാരണമെന്തെന്നാൽ ശിവ ഭഗവാൻ പാർവതീദേവിക്ക് രാമകഥ പറഞ്ഞു കൊടുത്തത് കേട്ട് ഗ്രഹിച്ച ഈ കിളിയാണ്. കിളി കഥ തുടരുന്നു. ദണ്ഡകാരണ്യത്തിലെ യാത്രയ്ക്ക് അനുഗ്രഹിച്ചു വഴികാട്ടുവാനും ചില ശിഷ്യരെ കൂടി അയക്കാൻ ശ്രീരാമൻ അത്രിമുനിയോട് ആവശ്യം ഉന്നയിച്ചു. കൗതുകത്തോടെ മുനി പറഞ്ഞു, നേരുള്ള മാർഗം എല്ലാവർക്കും കാണിക്കുന്ന ഭഗവാന് മാർഗദർശികളോ ആവട്ടെ, ആവശ്യമെങ്കിൽ ശിഷ്യരെ അയക്കാം. മുന്നിൽ ശിഷ്യന്മാരും നടുവിൽ ശ്രീരാമാദികളും പിന്നിലായി മുനിയും നിലകൊണ്ടു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, അങ്ങ് വരേണ്ടതില്ലല്ലോ. ആശീർവാദം നൽകി മുനി മടങ്ങി. ഒരു വിളിപ്പാട് യാത്രയെത്തിയപ്പോൾ നദിക്കരയിലെത്തി. മുനി ശിഷ്യന്മാർ ശ്രീരാമനെ തോണിയിൽ അക്കരെ കടത്തി. രാമ നിർദ്ദേശപ്രകാരം ശിഷ്യർ മടങ്ങി. ശേഷം അവർക്ക് മുന്നിൽ ഘോരവനമായിരുന്നു. ചീവീടുകളുടെയും വന്യമൃഗങ്ങളുടെയും അരോചകമായ ശബ്ദങ്ങളും മുള്ളംപന്നികൾ, ക്രൂരസർപ്പങ്ങൾ, രാക്ഷസർ തുടങ്ങിയുള്ള ഭയാനകവുമായ വെയിലില്ലാത്തതുമായ അവസ്ഥ അവിടെ നിലനിന്നു. ദുർഘടമായ യാത്ര കുറച്ചു കഴിഞ്ഞപ്പോൾ മനോഹരമായ ഒരു പൊയ്യ കണ്ടു. ജലപാനം ചെയ്തു വൃക്ഷത്തണലിൽ അല്പനേരം അവർ സുഖമായി വിശ്രമിച്ചു. ബാലികേ ശുകകുലമൗലി മാലികേ ഗുണശാലിനി ചാരുശീലേ ചൊല്ലിടുമടിയാതെ നീലനിരതനിവൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനിരജദലലോചനൻ നാരായണൻ നീലലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ വരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലന പാരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും. ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ചു സാരമായൊരു മുക്തി സാധനം രസായനം. ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകന്നു കേട്ടു പൈങ്കിളി ചൊന്നാൾ. ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരാപരൻ പ്രാലയാചല മകളോടരുൾ ചെയ്തിടിനാൻ. ബാലികേ കേട്ടുകൊള്ളുക പാർവതി ഭക്തപ്രിയേ. രാമനാം പരമാത്മാവാനന്ദരൂപനാത്മാരാമനദ്വയനന്യേകനവ്യയനവീരാമൻ അത്രിതാപസപ്രവരാശ്രമേ മുനിയുമായത്രയും സുഖിച്ചു വാണിടിനാനൊരു ദിനം. പ്രത്യുഷസ്യുദ്ധായതൻ നിത്യകർമ്മവും ചെയ്തു നത്വാതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ. പുണ്ടരീകോത്ഭവവേഷ്ടപുത്ര
ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതമാം ദണ്ഡകാരണ്യത്തിനു ദണ്ഡമെന്നിയെ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ. കരുണാനിധേ തപോനിധേ, ഞങ്ങളെ പെരുവഴി കൂട്ടണം, അതിനിപ്പോൾ ഇങ്ങു നിന്നയക്കണം. ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യമത്രി മാമുനി കേട്ടു തിങ്ങിടും കൗതൂഹലം പൂണ്ടുടനരുൾ ചെയ്തു. നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ, അവ നേർവഴി കാട്ടിയിടുവാൻ. എങ്കിലും ജഗതനുകാരിയാം നിനക്കൊരു സങ്കടം വേണ്ട, വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം. ചെല്ലുവിൻ നിങ്ങൾ, മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മാമുനി താനുമൊട്ടു പിന്നാലെ ചെന്നാൻ. അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ. വന്ദിച്ചു ഭക്തിപൂർവം, നിൻ തിരുവടി കനിഞ്ഞെഴുന്നള്ളിയിടണമന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ടാശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ വർണ്ണശാല ബുക്കിരുന്നരുളിനാൻ. പിന്നെയും ക്രോശമാത്രം നടന്നവരപ്പോൾ മുന്നിലം മാറു മഹാവാഹിനി കാണായി വന്നു. അന്നേരം ശിഷ്യർകളോട് അരുളി ചെയ്തു രാമനി, നീ നദീ കടപ്പതിനെന്ത് ഉപായങ്ങളുള്ളൂ എന്നു കേട്ടവർകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവ, നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടു താനുമാകുലം വേണ്ട, ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം. എങ്കിലോ തോണി കരേറിടാമേ എന്നവർ ചൊന്നാർ. ശങ്ക കൂടാതെ ശീഘ്രം തോണിയും കടത്തിനാർ. ശ്രീരാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടു നിങ്ങൾ കടന്നങ്ങു പോകയെന്നു ചൊന്നാൻ. ചെന്നുടനത്രീപാദം വന്ദിച്ചു കുമാരന്മാരൊന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ. ശ്രീരാമസീതാസുമിത്രാത്മജന്മാരുമധ ഘോരമായുള്ള മഹാകാനനമകമ്പുക്കാർ. ദില്ലിം ധംകാരനാഥമണ്ഡിതം സിംഹവ്യാക്രശല്യാദി മൃഗഗണകീർണമാതപഹീനം. ഘോരരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചൊന്നാൻ. ലക്ഷ്മണ, നന്നായി നാലു പുറവും നോക്കിക്കൊള്ളുക, ഭക്ഷണാർദികളല്ലോ രാക്ഷസാംബരീഷകൾ. പില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം, നല്ലൊരു ശരം ഊരിപ്പിടിച്ചു കൊള്ളുക കയ്യിൽ. മുന്നിൽ നീ നടക്കണം, വഴിയേ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗദാഭയം. ജീവാത്മാ പരമാത്മാക്കൾക്കു മധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടന്നിടുക വേണം. സീതാദേവിയും എന്നാലൊരു ഭീതിയുണ്ടായി വരാ. ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുർധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാരുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലം മാറങ്ങൊരു പുഷ്കരണിയും കണ്ടാർ. കൽഹാരോൽപല കുമുദാംബുജരക്തോൽപല ഭുല്ല പുഷ്പേന്ദീവരശോഭിതം അച്ഛജലം ത്വയപാനവും ചെയ്തു
വിശ്രാന്തന്മാരായി വൃക്ഷഛായാഭൂതലേ പുനരിരുന്നു യഥാസുഖം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.